അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദ്ദാദിന്റെ ദിക്റുകളുടെ മഹത്വം എന്ന വിഷയത്തിലാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹദ്ദാദിലെ മൂന്നാമത്തെ ദിക്റ് ആണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. കൂടുതൽ മുഖവുരയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ മുമ്പ് ഉള്ള രണ്ട് ദിക്റുകളുടെയും മഹത്വങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതെല്ലാവരും കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. മൂന്നാമത്തെ ഹദ്ദാദിലുള്ള ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നതാണ്. ഈ ദിക്റിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രേഖപ്പെടുത്തിയ ഹദീസ് മുസ്ലിം എന്ന് പറയുന്ന കിതാബിൽ കാണാൻ സാധിക്കും. മുസ്ലിമിന്റെ ഹദീസ് നമ്പർ 2691 നമ്പർ ഹദീസായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഒരു സത്ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവനിക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം അവനിക്ക് നടപ്പെടുന്നതാണ്. അതിന് അവിടെ മലക്കുകൾ ഉണ്ടായി. മാനപ്പെട്ട തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. തുർമുദിയുടെ 3464 നമ്പർ ഹദീസ് മറിച്ചു നോക്കിയാൽ ഈ ഹദീസാണ് കാണുക. ഇത് ഇങ്ങനെ ഒരു വൃക്ഷം നട്ട പ്രതിഫലം ലഭിക്കും എന്നത്. അപ്പം 3 പ്രാവശ്യം, ഇത് ഒരു പ്രാവശ്യം ചൊല്ലിയാലാണ്. 3 പ്രാവശ്യം ചൊല്ലിയാൽ 3 ഈത്തപ്പന വൃക്ഷങ്ങളെ സ്വർഗത്തിൽ അവനിക്ക് നടുന്നതാണ്. മാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബാക്കളോട് ചോദിക്കുകയാണ്. സഹാബാക്കളോട് പറയുന്നു, നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുക 100 മറ, 100 പ്രാവശ്യം. ഇവിടെ ഹദ്ദാദിൽ 3 പ്രാവശ്യമുള്ളവെങ്കിലും ഈ ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വലിയ പുണ്യം. 100 പ്രാവശ്യം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒമൻ ഖാലഹാ മിഅതൻ കുതിബത് ലഹു അൽഫു ഹസന, ഒരാൾ ഇത് 100 പ്രാവശ്യം പറഞ്ഞാൽ 1000 ഹസനത്ത് അവനക്ക് എഴുതപ്പെടും. ഒമൻ സാദ സാദഹുല്ലാഹ്, ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒമൻ ഇസ്തഗ്ഫറ ഗുഫിറ ലഹു, ആരെങ്കിലും പൊറുക്കലിനെ തേടിയാൽ അവനിക്ക് പൊറുക്കപ്പെടും. അപ്പോൾ ഇത് കൂടുതൽ ചൊല്ലുന്നത് വലിയ പുണ്യമാണ്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കലിമത്താനി, 2 വാചകങ്ങളെ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിനത് പറയാൻ വളരെ എളുപ്പമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ അത് വളരെയധികം ഭാരം തൂങ്ങുന്ന 2 കലിമത്തുകളാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ട 2 കലിമത്തുകളാണ്. അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നതാണ്. മാനപ്പെട്ട ബുഖാരി ഇമാം ബുഖാരി എന്ന് പറയുന്ന കിതാബിന്റെ 6406 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസിൽ വന്ന ദിക്റാണ് ഈ പറയപ്പെട്ട ദിക്ർ. മാത്രമല്ല
ഹദീസിൽ കാണാം, ഒരു പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ വന്നുകൊണ്ട് പറയുകയാണ്, തവല്ലത്ത് അന്നി ദുനിയ വകല്ലത്ത് ദാതു യദി, ദുനിയാവ് എന്നെ തൊട്ട് പിന്തിരിഞ്ഞു പോയി, എന്റെ കൈവശമുള്ളതൊക്കെ തീർന്നു പോയി, ദാരിദ്ര്യം എന്നിലേക്ക് വന്നു എന്നാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫൈന അൻത മിൻ സ്വലാത്തിൽ മലായികത്തി, നീ എവിടെയാണ് മലക്കുകളുടെ സ്വലാത്തിനെ തൊട്ട്, വതസ്ബീൽ ഖലായിഖി, സൃഷ്ടികളുടെ തസ്ബീഹിൽ നിന്ന് നീ എവിടെയാണ്, വബിഹാ യുർസഖൂൻ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ പവർ കൊണ്ടല്ല. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണത്? മലായികത്തിന്റെ സ്വലാത്ത്, എന്താണ് സൃഷ്ടികളുടെ തസ്ബീഹ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി അലീം വസുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നല്ലൊരു ദിക്റാണ്. ഇത് ചൊല്ലിയാൽ തന്നെ ദാരിദ്ര്യം പോവുകയും ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ദിക്ർ. പക്ഷെ അതിന് സമയമുണ്ട്. ബൈന തുലൂഇൽ ഫജ്രി, ഫജ്ർ സാദിക്ക് ഒളിവായി സുബൈ വാങ്ങി കൊടുത്തിട്ട് സുബൈന്റെ ഫർദിന്റെ മുമ്പായിട്ട് 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ, ശ്രദ്ധിക്കുക, ഫതുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഈ ആനത്തിലൊക്കെ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പല ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിന്റെ പുറമെ ഹദീസാണ് ഇപ്പൊ നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇതിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ 100 പ്രാവശ്യം ഒരാൾ സുബൈ വാങ്ങി കൊടുത്തതിന് ശേഷം സുന്നത്ത് നിസ്കരിച്ച് സുബൈന്റെ ഫർദിന്റെ മുമ്പായിട്ട് ചൊല്ലിയാൽ, ഞാൻ പറയുന്നതല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ആ ചോദിച്ച മനുഷ്യനോട്, തഅതിക ദുനിയ റാഗിമതൻ സാഗിറ, ദുനിയാവ് നിന്നിലേക്ക്, നീ പറഞ്ഞത് ദുനിയാവ് നിന്നെ തൊട്ട് പിന്തിരിഞ്ഞു പോയി എന്നല്ലേ? ആ ദുനിയാവ് ആവേശത്തോടെ വളരെ നിന്ദ്യമായി കൊണ്ട് നിന്നിലേക്ക് വരും എന്നാണ് പറയുന്നത്. വയഖ്ലുഖുല്ലാഹു മിൻ കുല്ലി കലിമത്തിൻ മലക്കൻ, മാത്രമല്ല ഇതിന്റെ ഓരോ പദത്തിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു സൃഷ്ടിക്കും. യുസബ്ബിഹുല്ലാഹ തആല ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലും. അങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ ലക സവാബു, നിനക്കതിന്റെ പ്രതിഫലം ലഭിക്കും. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ വളരെ സഹിയായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു ദിക്റാണിത്. ഇത് വലിയ മഹത്വമുള്ള ദിക്റാണ്. അതാണ് അദ്ദാദിന്റെ ദിക്റിൽ നിന്ന് 3ാമത്തെ ദിക്ർ നാം ജീവിതത്തിൽ പകർത്തണമെന്ന് ഉണർത്തുകയാണ്. അദ്ദാദ് വലിയ പുണ്യമുള്ള ദിക്റുകൾ സഹീഹായ ഹദീസുകളെ കൊണ്ട് ആണ് അദ്ദാദ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.